നല്ല ടേസ്റ്റ്. ഇത്രയും ബെസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് കുറെ കാലമായി. ഞാനുള്ളിടത്തോളം കാലം നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണി കേട്ടില്ല. അതിനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. വേറെ കഴിക്കേണ്ട വേണ്ട? ചപ്പാത്തി ചിക്കൻ ഫ്രൈ. ഓക്കെ സാർ. പ്രേതം കൂടി പോലെ ഇയാൾ എപ്പോഴും പിന്നാലുണ്ടല്ലോ. അപ്പു നീ എന്താ ഇവിടെ? നീ അപ്പൂട്ടൻ തന്നെ. വയറ് നിറച്ച ആഹാരം കഴിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനും വിധിയില്ലാണ്ടായി. എവിടെങ്കിലും വന്ന് ജീവിക്കാന്ന് വിചാരിച്ചാ അവിടെ മുഴുവൻ ഈ ശല്യങ്ങളല്ലേ. എന്താ ചെയ്യാ? ഒക്കെ വിധിയാടാ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു. ആവശ്യത്തിലധികം സ്വത്ത്, ഒരേ ഒരു മകൻ. പറഞ്ഞിട്ടെന്താ കാര്യം? അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോഴത്തേക്ക് കയറി വരുന്നു. എവിടെയായിരുന്നു ഇത്ര നേരം? ഞാനെവിടെയായിരുന്നു? അച്ഛനെന്താ? അച്ഛനോട് കാണിക്കുന്ന തോന്നിയാസം കണ്ടുകൊണ്ട് ഞാനും കൂടെ ഇവിടെ നിൽക്കണോ? കാള പോലെ വളർത്തി പഠിപ്പിച്ചിട്ട് നീയല്ലേ വയസ്സുകാലത്തിന് നോക്കുന്നത്? നോക്കാനെങ്ങനെ? വീട് കൽപ്പങ്ങൾ സ്വയം തന്നിട്ടുണ്ട്. വെളിയിറങ്ങി നടക്കാൻ വയ്യ മനുഷ്യന്. തൊലി ഒരിക്കും. അച്ഛനവിടെ കാണിക്കുന്ന പ്രത്യേകത നാട്ടിൽ പാട്ടാ. സർവീസ് ഇരിക്കുമ്പോൾ ചെല്ലുന്നിടത്തൊക്കെ ഉണ്ടാക്കി വെച്ചുള്ള ഓരോ ബന്ധങ്ങളുണ്ടല്ലോ. ആ കഥ കേട്ട് കേട്ടാ എന്റെ അമ്മ മരിച്ചത്. സ്വന്തം ഇഷ്ടപ്രകാരമേ ഭാർഗവമുള്ള ജീവിച്ചിട്ടുള്ളൂ. ഇനി അങ്ങനെ തന്നെ ജീവിക്കും. എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. അടങ്ങി ഒതുങ്ങി ഇവിടെ കാണാൻ കിടന്നോളാം. ഇത്രയും നാൾ അടങ്ങി ഒതുങ്ങിയാണല്ലോ കഴിഞ്ഞത്. മതി. അച്ഛൻ എന്ത് ഭാവിച്ചാ ഈ സ്ത്രീ അവിടെ നിർത്തിയിരിക്കുന്നത്? ഇപ്പൊ ഇറക്കി പറഞ്ഞവരെ. ഇത് എന്റെ വീടാ. ഇവരെ ഇറക്കി വിടാൻ പറയാൻ നീ ആരാ? ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇറങ്ങിപ്പോടാ. 1 ലക്ഷം രൂപ ഞാൻ നിനക്ക് തന്നിട്ടില്ലേ? അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്കേ. എനിക്കിങ്ങനെ ഒരു മോനിലെന്ന് ഞാൻ വിചാരിക്കും. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. നീ എന്ത് ഈ നേരത്ത്? ഇന്നും അച്ഛനായിട്ട് വഴക്കുണ്ടാക്കിയോ? ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. അതെന്റെ വീടല്ലടാ. എല്ലാം വിധിയാണ് മോനെ. കൊറേയൊക്കെ കണ്ടില്ലെന്ന് അടിക്കണം. എത്രയെന്ന് വെച്ചാ കണ്ടില്ലാന്ന് നടിക്കുന്ന? മടുത്തു. മരിച്ചുപോയ എന്റെ അമ്മയുടെ സ്ഥാനത്ത് ആ സ്ത്രീയെ കാണാൻ എനിക്ക് പറ്റില്ല. എന്തായാലും ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. മോനിവിടെ നിന്നോ. സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഇത് നിന്റെയും കൂടി വീടാ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ഞാൻ ഇന്ന് തന്നെ സിറ്റിയിലേക്ക് പോവാ. ജോൺസൺ ആൻഡ് ജേസൺ കമ്പനിയില് ജോലിക്ക് വേണ്ടി കൊടുത്ത കാശിന്റെ കാര്യം തിരക്കണം. നീ വരുന്നോ? അതും നീ അങ്ങനെ പറയണത്? നമുക്ക് രണ്ടുപേർക്കും കൂടി ചെല്ലി നീ കാശ് കൊടുത്ത്. എന്തായാലും നേരം വിളിക്കട്ടെ. നാളെ ഞാനും കൂടി വരാം. അമ്മേ, നാളെ ഞങ്ങൾ ജോലിക്കാര്യത്തിന് വേണ്ടി പട്ടണം വരെ ഒന്ന് പോവാ. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും മക്കളെ. നീ കഞ്ഞി കുടിക്കടാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കത്ത് പോലെ അയച്ചില്ല. അമ്മയും നീറ്റുമാരും വിഷമിക്കുന്നുണ്ടാവും. ഞാൻ വീട്ടിലേക്ക് എഴുതിയ കത്തൊന്ന് വായിക്കാം. പ്രിയമുള്ള അമ്മയ്ക്കും കൊച്ചനുജത്തിമാർക്കും, എനിക്കും അനന്തനും ജോലി ഇവിടെ കിട്ടി. നല്ല ഒന്നാന്തരം ജോലിയാണ്. കമ്പനി മുതലാളി നല്ലൊരാളാണ്. കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഞങ്ങളെ വലിയ ഇഷ്ടാ. ഇപ്പോൾ 2 നില കെട്ടിടമാണ് ഞങ്ങൾക്ക് താമസിക്കാൻ തന്നിരിക്കുന്നത്. താമസിയാതെ ഒരു AC കോട്ടേജ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരും. എന്തുകൊണ്ടും ഞങ്ങൾക്കിവിടെ പരമാനന്ദ സുഖം.
എന്റെ കയ്യിൽ ഇനി എത്ര രൂപയുണ്ട്? 10 പൈസ ഉണ്ടാവും. അതിങ്ങോട്ട്. എന്നാ 10 പൈസയും കൊണ്ട് നടക്കുന്നു. ഛേ, ഏ? ഏ? ഹലോ, എന്താ ഈ രണ്ടുപേരും കൂടെ ബാഗ് വെച്ചുകൊടുക്കാരെ പോലെ? ഹായ് സുന്ദരി. ഹലോ, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇതാര് സുന്ദരിയാ? അതെ, എനിക്ക് ജോലി കിട്ടി. കൺഗ്രാചുലേഷൻ. താങ്ക് യു. പിന്നെ ഇത്രയും നാള് നിങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും കണ്ടുമുട്ടിയല്ലോ. അതെ, നിങ്ങൾ എവിടെയാ താമസം? ഞാൻ വരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്ന. എന്താ പ്രശ്നം അറിയോ? ഞങ്ങൾ രണ്ട് അവിവാഹിതരല്ലേ, അവിടെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കൊന്നും അത് പ്രോബ്ലം ഇല്ലേ? പിന്നെ ഞാൻ താമസിക്കുന്ന ഇവിടെ അശ്വതി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം. പിന്നെന്താ, പിന്നെ ഓക്കേ. വൈകുന്നേരം കാണണം. അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ ഇല്ലാത്ത 1 ലക്ഷം രൂപ ഉണ്ടാക്കി യുവമാരുടെ ഈ കമ്പനിക്ക് കൊടുത്തത്. എന്നിട്ടിപ്പോ എന്റെ 25,000 രൂപയും കൊണ്ടല്ലേ കാലമാടന്മാര് മുങ്ങിയത്. രണ്ടാനച്ഛന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്റെ അമ്മ ഊരിത്തന്ന ആഭരണങ്ങൾ വിറ്റാ ഞാൻ ജോലിക്ക് കയറിയത്. ഇപ്പൊ എനിക്കും പോകാനൊരിടവില്ലേ? ഇനിയിപ്പോ എന്താ ഒരു പോകുമ്പോഴൊന്നും ഒരു പിടിയും കിട്ടില്ല. അവന്മാരുടെ സങ്കേതത്തെ കുറിച്ചൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അത് നല്ല ഐഡിയ. നമുക്ക് നാളെ തന്നെ റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തം പിള്ളയെ പോയി കാണാം. അത് ശരിയാ. അയാളെ കണ്ടിട്ട് എന്താ കാര്യം? പുരുഷോത്തമൻ പിള്ളയുടെ മെയിൻ ആളല്ലേ മെഴുവേലി. മെഴുവേലി വിചാരിച്ച് ഇവിടെ എന്ത് നടക്കും? കറക്റ്റ്. ഓക്കെ, എന്നാ ഇന്ന് തന്നെ കണ്ടോ? ഓക്കെ. നീട്. ഓഹോ, ജോൺസൺ ആൻഡ് ജേസൺ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് രണ്ടുപേരും ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറെ തിരക്കി. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയണ്ടായിരുന്നു. സോറി കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യം ഇവനെ. പാടാവുണ്ട്. ഒന്നും ചെയ്തേക്കല്ലേ സാറേ. ക്യാഷ് എവിടെ ഇരിപ്പുണ്ട്? ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് സാറന്മാരെ. നിങ്ങൾ അവിടെ നിന്നാ മതി. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതുവരെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പ്രശ്നമില്ലെന്നോ? അതെ, ഇതാണ് ജോൺസൺ ആൻഡ് ജെയ്സന്റെ MD-കള്. MD അല്ല, തെണ്ടികൾ. അതെ. എവിടെയാണ് പണം വെച്ചിരിക്കുന്നത്? ഇവിടെ തന്നെ ഉണ്ട്. കാശ് ഉൾപ്പെടെ 1.25 ലക്ഷം. പെട്ടെന്നായിട്ട് പെട്ടെന്ന് തുറന്നെടുക്കണം, സമയമില്ല. എന്റെ കൂടെ എല്ലാരും വന്നോളൂ, ഒരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം. ഒരു കാര്യം പറഞ്ഞ മനസ്സിലാക്കാനുള്ള ബോധം നിനക്ക്. എടാ, അവിടെ ഭൂമിക്കും 2000 രൂപ വിലയുള്ളൂ. നീ പോയി നോക്കിയോ? ഞാൻ പോയി നോക്കിയില്ല. ആ വിലയ്ക്കൊന്നും അവിടെ വസ്തു കിട്ടില്ല. അത് ശരി, അത് നിനക്ക് എങ്ങനെ അറിയാം? ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഞങ്ങള് കുറച്ച് ബിസി ആയിരുന്നു. ബിസി ആയതുകൊണ്ടല്ല, കുറച്ചു ദിവസം പട്ടിണി കിടന്നല്ലേ. വയറിറച്ച ആഹാരം കഴിച്ചപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങി. 1 ലക്ഷം രൂപ കയ്യിലുണ്ടല്ലോ. എന്ത് ചെയ്യാനാണ് പരിപാടി? നിമിഷങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റിയൊരു പരിപാടി ഞങ്ങളുടെ കയ്യിലുണ്ട്. രാഷ്ട്രീയമായിരിക്കും. അല്ല, റിയൽ എസ്റ്റേറ്റ്. റിയലി എസ്റ്റേറ്റ്. ശ്രദ്ധാപൂർവം കളിക്കണം. പ്രൊഫസർ ഇട്ടുണ്ണി അറിയാവോ? കേവലം മാസ ശമ്പളം കൊണ്ട് തുടങ്ങിയ ഏർപ്പാടായത്. ഇന്ന് ഈ നഗരത്തെ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കാശ് അയാളുടെ കയ്യിലുണ്ട്. അത് കള. നഗരത്തിലെ അറിയപ്പെടുന്ന ശിശുരോഗ വിദഗ്ധനാണ് ഡോക്ടർ ലക്ഷ്മി നാരായണൻ. ശിശുക്കളെ നോക്കലല്ല പുള്ളിക്കാരന്റെ പണി. വീട് നിറച്ച ബ്രോക്കർമാരും ഇടപാടുകാരും കേറി ഇറങ്ങുക. എന്തിനധികം പറയുന്നു? റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങാത്ത നേതാക്കന്മാരുണ്ടോ? MLA-മാരുണ്ടോ? MP-മാരുണ്ടോ? മന്ത്രിമാരുണ്ടോ? ശശികലയെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ആരായി ശശികല? അറിയാത്തവരും ഉണ്ട്. ആഗോള പ്രതിഭാസമല്ലേ. കോടിക്കണക്കിന് രൂപയ്ക്കല്ലേ കാപ്പിയും തേയിലയും പഞ്ചസാരയും വാങ്ങി കൂട്ടിയിരിക്കുന്നത്. പുറത്തു പറയാൻ വിഷമമുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്റെ പഴയകാല നേതാവ് മാറമ്പിൽ ഗോപാലകൃഷ്ണൻ അറിയില്ലേ? ഇല്ല, അറിയില്ല. അദ്ദേഹം നിയമസഭയിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആശാന്റെ മുഖ്യ ഏർപ്പാട് ഇതായിരുന്നില്ലേ? പക്ഷെ ഇപ്പൊ വിജിലൻസിലാ.
റിയൽ എസ്റ്റേറ്റ് ബോർഡ് വെച്ചല്ലേ തൊഴിലാത്ത ചെറുപ്പക്കാർ ഇപ്പോൾ വലിയ വീട്ടിൽ കയറി കല്യാണം കഴിക്കുന്നത്? ക്ലാസുകൾ ബഹിഷ്കരിച്ചല്ലേ കോളേജ് പിള്ളേർ ഇപ്പോൾ വസ്തു കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നത്? ഇത് നിങ്ങൾക്കൊരു സുവർണാവസരമാണ്. നിങ്ങൾക്കറിയാമോ, കേവലം 1 വർഷം മുമ്പ് എനിക്ക് ചായ വാങ്ങി തരാൻ വന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ? ഇന്നവൻ കോടികളുടെ അധിപതിയാണ്. അതാണ് വിൽസൺ പാറേക്കാരൻ. എത്ര നേരമായിടോ ഇതിനകത്ത് കുത്തിരിക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് ഇഷ്ടമുള്ള അത്ര നേരം ഞാൻ ഇവിടെ ഇരിക്കും. നീ പോയി പഴി നോക്കടാ. ഒരു കുപ്പി റമ്മും ഒരു ചിക്കനും വാങ്ങിച്ചു തന്നിട്ട് സീക്കയെ കൊണ്ട് എന്തും ചെയ്യിക്കാമെന്ന് നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. അത് മനസ്സിൽ വെച്ചാ മതി. ഇവിടെ വാടാ. ഈ ചിക്കനും റമ്മും എന്റെ ഒരു ദൗർബല്യമായി പോയല്ലോ എന്റെ ഈശ്വര. ആരാ? ഞാൻ സി.കെ. അമ്മാവന്റെ വീടും പുരയിടവും വാങ്ങാൻ വന്നയാളാ. ഇന്ന് രാവിലെ കച്ചവടം ഉറപ്പിച്ച് ടോക്കണും വാങ്ങിയല്ലോ. അത് സാരല്ല, ടോക്കനല്ലേ വാങ്ങിയിട്ടുള്ളൂ, കരാറൊന്നും ആയില്ലല്ലോ. എനിക്ക് വാക്ക് വന്നേ ഉള്ളൂ, കച്ചവടം കഴിഞ്ഞു. അങ്ങനെ കഴിയാൻ പറ്റില്ലല്ലോ. 50,000 കൂടുതൽ തരാം, ഞങ്ങൾക്ക് എഴുതണം. വേണ്ട, എനിക്ക് വാക്ക് വന്നേ ഉള്ളൂ. അതെന്താ 50,000 കൂടുതൽ കിട്ടിയ കയ്ക്കോ? ആ കാശും കരാറ് പേപ്പർ എന്താ? ക്യാഷ് എടുക്കൂ. ആ വന്നേ. ഈ നാട്ടിൽ സീക്കറിയാതെ ഭൂമി വിൽക്കില്ല, ആരും വാങ്ങില്ല. അതാണ് സീ